ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 1ാം ക്ലാസ് ഇംഗ്ലീഷ് ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം ഇംഗ്ലീഷിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ആനുവൽ എക്സാമിന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് എന്ന് നോക്കാം. അപ്പോൾ മൊത്തത്തിൽ 5 പ്രവർത്തനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 2 മണിക്കൂർ സമയമാണുള്ളത്. ഇനി നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായി നോക്കാം. പ്രവർത്തനം 1, ആക്ടിവിറ്റി 1 അറ്റ് ദ സൂ, കളർ ദ പിക്ചർ. അപ്പോൾ ഇവിടെ ഒരു സൂവിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രം നിങ്ങളോട് കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സാമിന് പോകുമ്പോൾ എല്ലാ കൂട്ടുകാരും കളർ പെൻസിലും ഒക്കെ ആയിട്ടാണ് പോകേണ്ടത്. കാരണം ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കളർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ പ്രവർത്തനം കളർ ചെയ്യാനുള്ളതാണ്. അതിനുശേഷം അതിനോടനുബന്ധിച്ച് മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ, ഓരോ മൃഗത്തിൻ്റെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോനുവും അവൻ്റെ ഫാദറും കൂടിയിട്ട് അതിനെ ചൂണ്ടിക്കാണിക്കുന്നതും നമുക്ക് കാണുന്നുണ്ട് ഈ ചിത്രത്തിൽ. അപ്പോൾ ഈ ചിത്രത്തിൽ ഓരോ ചൂണ്ടിക്കാണിക്കുന്നതിന് നേരെയും അവർ എന്തോ പറയുന്നുണ്ട്. അപ്പോൾ ഹായ് ദർ ഈസ് എ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന മൃഗങ്ങളുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ ചിത്രത്തിലും എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിന് നേരെ എഴുതി കൊടുക്കാനാണ്. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ എന്താണ്, സോനുവും ഫാദറും ഹായ് ദർ ഈസ് എ എന്താണ് നമുക്ക് കാണുന്നത്, അതൊരു ജിറാഫാണ്. അപ്പോൾ കൂട്ടുകാരവിടെ ജിറാഫ് എന്ന് എഴുതുക. അതിനുശേഷം അവിടെ ലുക്ക് അറ്റ് ദാറ്റ്, അവിടെ എന്താണ് കാണുന്നത്, അവിടെ സിംഹം അതായത് ലയൺ ആണ് കാണുന്നത്. ഇനി അടുത്തത് കാണുന്നത് എന്താണ്, ലുക്ക് ദർ ഈസ് എ എന്താണ്, സീബ്ര. അപ്പോൾ അവിടെ സീബ്ര എന്ന് എഴുതുക. അതിനുശേഷം അവർ വൗ ഹിയർ ഈസ് എ എന്താണത്, മയിൽ അതായത് പീകോക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന് ഉത്തരം ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 2 ആൻ എലിഫന്റ് ഡിസ്ക്രിപ്ഷൻ. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്. അപ്പോൾ ഇവിടെ സോനുവും അവൻ്റെ ഫാദറും കൂടിയിട്ട് എന്താണ് ഒരു എലിഫൻറ്റിനെ കാണുന്നതാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ പിക്ചർ നോക്കിയതിന് ശേഷം അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് അതെന്ത് ചിത്രത്തിൽ കാണുന്ന മൃഗം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതെഴുതാം നമുക്ക്. അപ്പോൾ എങ്ങനെ എഴുതാം, ദിസ് ഈസ് ആൻ എലിഫൻറ്റ്. അതെന്താണ്, ഒരു എലിഫൻറ്റ്, ആനയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമുക്കതിൽ ദിസ് ഈസ് ആൻ എലിഫൻറ്റ് ആൻഡ് ഇറ്റ് ഈസ്, അതെങ്ങനെയാണ് ആന, നല്ല വലുത് അതായത് ബിഗ് ആൻഡ് ഫാറ്റ്. അപ്പോൾ ഇറ്റ് ഈസ് ബിഗ് ആൻഡ് ഫാറ്റ്. ഇനി നമുക്ക് എന്താ, ആനയുടെ അവയവങ്ങൾ ഇതൊക്കെയാണ്. ഇറ്റ് ഹാസ് ലോങ് ട്രങ്ക്, ഇറ്റ് ഹാസ് എ ടെയിൽ. അതിന് വലിയൊരു തുമ്പിക്കൈയുണ്ട്, അതേപോലെ തന്നെ വാലുമുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്കപ്പോൾ എന്താണ് അവിടെ എഴുതാൻ തോന്നുന്നത്, അതായത് ആനയ്ക്ക് ഇയറുണ്ട്, ഇയറുണ്ട്, ഐ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ എഴുതി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആനയുടെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ കൂട്ടുകാർക്ക് ആനയെ കുറിച്ചിട്ട് എന്തൊക്കെ അറിയാമെന്നും അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്കത് സ്വയം ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇനി ആക്ടിവിറ്റി 3 വാട്ട് ആർ ദേ ഡൂയിങ്, അവരെന്താണ് ചെയ്യുന്നത്, കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. അപ്പോൾ താഴെ 5 സെൻറ്റൻസസ് വാചകങ്ങൾ കൊടുത്തിട്ടുണ്ട്, വരികൾ കൊടുത്തിട്ടുണ്ട്. അത് അപ്പോൾ അനുയോജ്യമായി കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ചിത്രത്തിൽ നോക്കിയതിന് ശേഷം. അപ്പോൾ അതിന് താഴെ എന്താണ് കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. സ്ലീപ്പിംഗ്, സ്വിമ്മിങ്, ആർ, സിറ്റിംഗ്, മങ്കി. അപ്പോൾ ഇങ്ങനെ 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5 എണ്ണവും ആ സെൻറ്റൻസിന് അനുയോജ്യമായത് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. അപ്പോൾ ഒന്നാമത് നോക്കാം, ദ ഡാഷ് ഈസ് സ്വിങ്ങിങ്. അപ്പോൾ ആ ചിത്രത്തിൽ ആരാണ് സ്വിങ്ങിങ്, അതായത് ഊഞ്ഞാലാടുന്നത് ആരാണ്, ആ ചിത്രത്തിൽ കാണുന്നുണ്ട് മങ്കിയാണ്. അപ്പോൾ നമുക്കവിടെ മങ്കി എന്ന് എഴുതാം. അപ്പോൾ എങ്ങനെയാവും, ദ മങ്കി ഈസ് സ്വിങ്ങിങ്. ഇനി അടുത്തത് ദ ഡക്ക് ഈസ് ഡാഷ് ഇൻ എ പോണ്ട്. അതായത് എന്താണ്, ഡക്ക് എങ്ങനെയാണ് പോണ്ടിൽ അതായത് കുളത്തിലുള്ളത്, നീന്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ദ ഡക്ക് ഈസ് സ്വിമ്മിങ് ഇൻ ദ പോണ്ട്. ഇനി അടുത്തത് ദ ബേർഡ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. അപ്പോൾ പക്ഷികൾ ആകാശത്ത് പറക്കുന്നതാണ്. അപ്പോൾ അവിടെ എന്താണ് എഴുതേണ്ടത്, ആർ എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ദ ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ എന്ന് വരും. ഇനി അടുത്തത് 4ാമത്തേത് ദ ബിയർ ഈസ് ഡാഷ് ഓൺ ദ റോക്ക്. ബിയർ എവിടെയാണ് ഇരിക്കുന്നത്, കല്ലിൻ്റെ മേലെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്നത് എന്നതില്ല, അവിടെ നമ്മൾ സിറ്റിംഗ് എന്ന് എഴുതി കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് വരിക, ദ ബിയർ ഈസ് സിറ്റിംഗ് ഓൺ ദ റോക്ക്. ഇനി അടുത്തത് ദ ടൈഗർ ഈസ് ഡാഷ്.
എന്താണ് ടൈഗർ എന്താണ് ചെയ്യുന്നത്? ആ ചിത്രത്തിൽ കാണുന്നുണ്ട് ടൈഗർ എന്താണ് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എങ്ങനെ വരും ആ സെൻറ്റൻസ്? ദ ടൈഗർ ഈസ് സ്ലീപ്പിംഗ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രവർത്തനം കംപ്ലീറ്റ് ആക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അതായത് ആ അനുയോജ്യമായത് ഏതിനാണ് വരിക എന്ന് നോക്കിയിട്ട് അതിന് അനുയോജ്യമായി എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രവർത്തനം. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. ഇനി ആക്ടിവിറ്റി 4 ലെറ്റ്സ് സിങ്. അവിടെ പാട്ട് മാതിരി കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ദ പോയം. അപ്പോൾ ഈ കവിത കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഒരെണ്ണം അവർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതായത് അതെന്താ, ഒരു പൂച്ചയാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ പോം വായിച്ച് നോക്കാം. ഐ ഹാവ് എ പെറ്റ്, ഇറ്റ് ഈസ് എ കാറ്റ്, ഇറ്റ് ഈസ് സോ നൈസ്, ഇറ്റ് സീസ് മ്യോ മ്യോ മ്യോ. അപ്പോൾ എന്താണ്, എനിക്കൊരു പെറ്റ് ഉണ്ട്, അതിൻ്റെ പേര് പൂച്ചയാണത്. അത് കാണാൻ വളരെയധികം നൈസാണ്. അതെന്താണ് പറയുക? മ്യാവ് മ്യാവ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഇത് നമുക്കൊരു മോഡൽ, അതായത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ബന്ധിപ്പിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന രണ്ടെണ്ണവും കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ എന്താണ് രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത്? ഒരു ഡോഗിൻ്റെ ചിത്രമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഐ ഹാവ് എ പെറ്റ്, ഇറ്റ് ഈസ് എ ഡോഗ്. അപ്പോൾ നമുക്ക് അവിടെ ഇറ്റ് ഈസ് എ ഡോഗ്, ഇറ്റ് ഈസ് സോ നൈസ് ആൻഡ് ഇറ്റ്സ് എ എന്താണ് ഡോഗ് പറയുക? ബോ ബോ ബോ. അപ്പോൾ ഇറ്റ് ഈസ് എ ബോ ബോ ബോ. ഇങ്ങനെ നമുക്ക് എഴുതാം. ഇനി അടുത്തത് മൂന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് എന്താണ്? ഒരു കോഴിക്കുഞ്ഞിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം ഐ ഹാവ് എ പെറ്റ്, ഇറ്റ് ഈസ് എ ചിക്ക്. അപ്പോൾ അതെന്താണെന്ന് എഴുതാം. അപ്പോൾ ഇറ്റ് ഈസ് എ ചിക്ക്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് സോ നൈസ് ആൻഡ് ഇറ്റ്സ് എ എന്താണ് ചിക്ക് പറയുക? ക്ലക്ക് 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 എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രവർത്തനം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഓരോ ഇങ്ങനെ മൃഗങ്ങളുടെ ശബ്ദങ്ങളും അതിൻ്റെ പേരുകളും നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്നാൽ മാത്രമാണ് ഇതുപോലുള്ള പ്രവർത്തനം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുക. ഇനി ഇതിലെ അവസാനത്തെ പ്രവർത്തനം നോക്കാം. ആക്ടിവിറ്റി 5 സോനു വിത്ത് ഹിസ് അങ്കിൾ. അപ്പോൾ സോനു അവൻ്റെ അങ്കിളോടൊപ്പം കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. അപ്പോൾ താഴെ ഒരു കോൺവെർസേഷൻ, അതായത് സംഭാഷണം തന്നിട്ടുണ്ട്. സോനുവും അവൻ്റെ അങ്കിളും തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണമാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മളോട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ, സോനുവും അവൻ്റെ ഫാദറും അതുപോലെ തന്നെ അങ്കിളുമാണ് ചിത്രത്തിലുള്ളത്. ഇനി അതിൻ്റെ കോൺവെർസേഷൻ, അതായത് സംഭാഷണം നോക്കാം. അങ്കിൾ, വേർ ഡിഡ് യു ഗോ? അങ്കിൾ ചോദിക്കുകയാണ് നീ എവിടേക്കാണ് പോയതെന്ന്. അപ്പോൾ സോനു എന്താണ് പറയുക? ഐ വെൻറ്റ് ടു ദ, എങ്ങോട്ടാണ് പോയത്? ഐ വെൻറ്റ് ടു ദ സൂ. അപ്പോൾ നമുക്ക് സൂ എന്ന് അവിടെ എഴുതി കൊടുക്കണം. അതിനുശേഷം അങ്കിൾ ചോദിക്കുകയാണ് വാട്ട് ഡിഡ് യു സീ ദർ? നീ അവിടെ എന്തെല്ലാമാണ് കണ്ടത്? അപ്പോൾ സോനു എന്താ പറയുന്നത്? ഐ സോ, എന്താണ് കണ്ടത്? സോ മെനി ആനിമൽസ്, ഞാൻ ഒരുപാട് മൃഗങ്ങളെ കണ്ടു. അങ്കിൾ, വാട്ട് ഡിഡ് യു ലൈക്ക് ദ മോസ്റ്റ്? നിനക്ക് അവിടെ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? സോനു, എന്താണ്? എലിഫൻറ്റ്, അവനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗം എലിഫൻറ്റ് ആണ് അവിടെ കണ്ടതിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് ആ കോൺവെർസേഷൻ, അതായത് സംഭാഷണം എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം 1ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.